നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വലിയ കമ്പനികൾ അല്ലെന്നുണ്ടെങ്കിൽ ബില്യനേഴ്സ് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതേപോലെ അവരുടെ റിസർവ് ഫണ്ടൊക്കെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി എക്കണോമിക് ടൈംസിലൊക്കെ പലരും വായിച്ചിട്ടുണ്ടാവും. റിലയൻസ് ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു 2008 കാലഘട്ടത്തിലാണ്. എന്നിട്ട് ഇപ്പോൾ അവർ എക്സിറ്റ് ചെയ്യും, അതിൽ നിന്ന് ഒരു ഭീമമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഇത് 17 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ ലാഭം ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം എന്നുള്ളൊരു കുറിച്ച് പറയാൻ പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ റിലയൻസിൻ്റെ ഏഷ്യൻ പെയിൻറ്റ്സ് വാങ്ങിയത്. അപ്പോൾ ഇതെല്ലാനും ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രമാണ്, എക്സാമ്പിൾ മാത്രമാണ്. ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷനൊന്നുമല്ല. ഇത് വെച്ചിട്ട് ആരെങ്കിലും റിലയൻസോ ഏഷ്യൻ പെയിൻറ്റ്സോ വാങ്ങാനായിട്ട് തയ്യാറാവരുത്. അവനവൻ്റെ സ്റ്റഡി നടത്തുക, അവനവൻ്റെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കുക, എന്നിട്ട് ഈ കമ്പനി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ മാച്ച് ചെയ്യണമെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇനി സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ 2008 കാലഘട്ടത്തിൽ ജനുവരി ടൈമിൽ 500 കോടി രൂപയ്ക്ക് റിലയൻസ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഷെയർ വാങ്ങി. അപ്പോൾ ഒരു ഷെയറിന് ഏകദേശം 100 രൂപ ലെവലിലായിരിക്കണം ഉണ്ടായിട്ടുണ്ടാവുന്നത് പെർ ഷെയർ. ഇത് ഇപ്പോൾ 2025 അവർ 9,000 കോടിക്ക് അത് വിറ്റു. അപ്പോൾ ഇപ്പോഴത്തെ റേഞ്ച് പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം അവർ വിറ്റത് 2,200 2,210 ആ റേഞ്ചിലാണ് അവർ വിറ്റത്. SBI മ്യൂച്വൽ ഫണ്ടിനും ICICI മ്യൂച്വൽ ഫണ്ടിനുമായിട്ടാണ് ഈ ഷെയർ വിറ്റത്. ഇപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ലൈഫ് ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 3,600 രൂപയ്ക്ക് പോയി. പക്ഷേ അവർ ആ ടൈമിലല്ല വിറ്റത്, ഈ സമയത്താണ് വിറ്റത്. അപ്പോൾ എന്തിന് വിറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ട്രഷറി കോളായിരിക്കും, അതിൽ കമ്പനിയുടെ പെർഫോമൻസോ ഇതൊന്നും അവരുടെ ബാധകമായിരിക്കില്ല. അവർക്ക് ഇത്ര ലാഭം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് അത് എക്സിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവാം, എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അനലൈസ് ചെയ്യാതെ പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയർ നോക്കണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവർ ഇതിന് വേണ്ടിയിട്ട് 17 വർഷം എടുത്തു. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഒത്തിരി പ്രാവശ്യം ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൈസ് മുകളിലേക്ക് വീഴുന്നു, താഴേക്ക് വീഴുന്നു. അവരൊന്നും അതൊന്നും ശ്രദ്ധിക്കാതെ ആ കമ്പനിയുടെ പെർഫോമൻസിൽ മാത്രം മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടാവുന്ന കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന കാര്യം എന്താണ്, ഇങ്ങനെ ഇത്രയും സീരിയസ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന ടൈപ്പിൽ ഒരു കാര്യം അവർ നോക്കുന്ന കാര്യം വെച്ചാൽ ഇവർ വളരെ സീരിയസ് ആയിട്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. 500 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ വളരെ സീരിയസ് ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് എല്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറൊരാളുടെ ടിപ്പ് പറഞ്ഞ് ഏഷ്യൻ പെയിൻറ്റ്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടായിരിക്കില്ല അവർ വാങ്ങിയിട്ടുണ്ടാവുന്നത്. അവർക്ക് എക്സ്പേർട്ടായിട്ടുള്ള ടീം ഉണ്ടാവും, അവർ അനലൈസ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടെടുത്ത ഒരു കോളായിരിക്കും ഇത് വാങ്ങിയെന്നുള്ളത് ഒരു കാര്യം. പിന്നെ അവർ കൃത്യമായിട്ട് ലോങ് ടൈം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രൈസ് ഡബിൾ ആവണമെന്ന് വെച്ചിട്ട് നമ്മളിരിക്കും. ഡബിളായി കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള കാര്യം എന്താണ്, ഇതേമാതിരി ഒരു 22 ടൈംസ് ഒന്നും വരില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 23 ടൈംസ് അവരുടെ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളതിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കണമെങ്കിൽ നിഫ്റ്റി ഏകദേശം 2008 കാലഘട്ടത്തിൽ 6,000 റേഞ്ചിലായിരുന്നു. ഇപ്പോൾ ഏകദേശം 24,000 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4 ടൈംസാണ് വളർന്നേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ നിന്ന് കിട്ടിയേക്കണ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 23 ടൈംസാണ്. പക്ഷേ നമ്മളൊരിക്കലും ഇതിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമുക്ക് കൃത്യമായിട്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ മോശമാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ പലപ്പോഴും നമുക്കെന്താ കംഫർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് FDയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ FDയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 7% ആയിരിക്കും അതിൻ്റെ റിട്ടേൺ. 7% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കോടി ആവാനായിട്ട് ഏകദേശം ഒരു 10 വർഷം എടുക്കും. 10 വർഷം കൊണ്ട് ഇത് ഡബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഇനി അടുത്ത 4 ടൈംസ് ആവണമെങ്കിൽ ഏകദേശം 20 വർഷം എടുക്കും. അപ്പോൾ ഇത്രയും ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ പൈസ നമുക്ക് ഡബിളും ട്രിപ്പിളൊക്കെ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിന് എപ്പോഴും നമുക്ക് വേണ്ട കാര്യം വെച്ചാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന FDനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേണിലേക്ക് നമുക്ക് വരണം. ഇതിന് നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൃത്യമായിട്ട് സ്റ്റോക്കുകളെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോക്ക് കണ്ടുപിടിച്ച് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ETF-ൻ്റെ സഹായത്തോടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാങ്ക് എഫിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കാം. അപ്പോൾ പലപ്പോഴും ആ ബിസിനസ്സിൽ തന്നെയായിരിക്കും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പറമ്പ് വാങ്ങിയിടും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ പിന്നെയും ഡൈവേഴ്സിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള വലിയ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നമുക്കുണ്ട്.
എന്തുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്ക് അത്തരം കമ്പനികൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ? ചിലപ്പോൾ നമ്മളൊരു IT കമ്പനി ആയിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടൽ ആയിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാനും നമ്മൾ നടത്തുന്ന ഒരു സ്കെയിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇത്തരം കമ്പനികൾ വളരെ നന്നായിട്ട് പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു പൈസയിൽ റിസർവായിട്ട് നമുക്ക് വേണ്ടാത്ത പൈസ, നമുക്കൊരു 5 കൊല്ലത്തേക്ക് പൈസ വേണ്ടാത്തത്, ആ പൈസ നമുക്ക് എന്തുകൊണ്ട് ഇത്തരം ഷെയറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിക്കൂടാം? അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, ആ പർട്ടിക്കുലർ കമ്പനികളുടെ ഷെയർ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും നമ്മൾ റിസർവ് ഫണ്ടിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്കധികം ബുദ്ധിമുട്ടുകൾ സംഭവിക്കാനായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതെപ്പോഴും നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫിനാൻസിലാണെങ്കിലും നമുക്ക് ഒരു റിസർവ് പൈസ ആവശ്യമുണ്ട്. അത് ഫ്യൂച്ചറൽ ഗോൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ സം ബിസിനസ്സസ്. അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നോളജ് വേണം, അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെ സഹായത്തോടെ ചെയ്യണം. അതോടൊപ്പം തന്നെ ഓൺ എ റെഗുലർ ബേസിസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഡിസിഷൻ എടുത്തിട്ട് നമ്മുടെ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുകേഷ് അംബാനിയുടെ അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് തരുന്ന കാര്യം വെച്ചാൽ അവർക്ക് 500 കോടിയുടെ 9,000 കോടി എത്തി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പാഠം ഉൾക്കൊള്ളാൻ പറ്റും? ആ പാഠം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത 17 വർഷത്തിൽ നമുക്കും ഇതേമാതിരത്തെ സക്സസ് സ്റ്റോറി നമുക്ക് പറയാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊരു എഡ്യൂക്കേഷണൽ കണ്ടൻറ്റായിട്ട് എടുക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് അവനവൻ്റെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കി നമ്മുടെ റിസർവ് ആയിട്ടുള്ള പൈസ നമുക്ക് ഇനി ഭാവിയിലേക്ക് പെട്ടെന്നൊന്നും വേണ്ടാത്ത പൈസ, ലോങ് ടൈമിലേക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കാം. ഇതേപോലത്തെ അടുത്ത കണ്ടൻറ്റായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനിയും വരാം. താങ്ക് യു സോ മച്ച്.